ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കുക്കിങ്ങിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് ഗാർഡനിലേക്കൊന്ന് ഇറങ്ങി എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് ഓർത്തത്. ഒരു ദിവസം മാർക്കറ്റിൽ പോയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിക്കാവുന്ന വിധത്തിലുള്ള വെജിറ്റബിളൊക്കെ ഇപ്പോഴുണ്ട്. നമുക്ക് വേണ്ടിയ കറികൾ, മെഴുക്ക് വരട്ടി, തോരന്, കറികൾ, ഇതൊക്കെ നമുക്ക് വയ്ക്കാൻ തക്കവണ്ണം പല ഐറ്റങ്ങളും നമ്മുടെ ഗാർഡനിലുണ്ട്. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള വെജിറ്റബിളൊക്കെ ഞാനിന്ന് പറിക്കാൻ പോവുകയാണ്. തോരൻ വയ്ക്കാനുള്ള ഐറ്റമാണ് ആദ്യം പറിക്കാൻ പോകുന്നത്. അത് നിങ്ങളെ ഞാനിന്ന് കാണിക്കാം. ഈ പടവലങ്ങയാണ് ഇന്ന് ഞാൻ വെട്ടിയെടുക്കുന്നത്. അധികം നീളമില്ല എങ്കിലും ഇത് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു തോരനുള്ള പടവലങ്ങ ഉണ്ടിത്. ഇന്നത്തെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ പാവയ്ക്കായും പറിക്കാൻ പോവുകയാണ്. കുറച്ച് പാവയ്ക്ക പറിക്കുന്നു, ഇന്നത്തെ ആവശ്യത്തിന് മാത്രമുള്ളത്. ഇത്രയും ഐറ്റങ്ങളാണ് ഇന്ന് പറിച്ചത്. പടവലങ്ങ ഉണ്ട്, ഇത്രയും പാവയ്ക്ക ഉണ്ട്, പിന്നെ കറിക്കുള്ള ആവശ്യത്തിനുള്ള ടൊമാറ്റോ ആൻഡ് ഇതിൽ ചേർക്കാനുള്ളതായ പച്ചമുളക് ഇത്രയുണ്ട്. ഇതെല്ലാം ഗാർഡൻ ഫ്രഷ് ആണ്. ഒരു പിടി പയർ ഇന്ന് പറിച്ചു. പലതരത്തിലുള്ള പയറാണ്, നീളമുള്ളതും നീളം കുറഞ്ഞതും എല്ലാമായിട്ടാണ് പറിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തെ ആവശ്യത്തിനുള്ള വെജിറ്റബിള് നമ്മുടെ കൊച്ചു ഗാർഡനിൽ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ കൊച്ചു ഗാർഡൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഗാർഡനൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്, സമയമുള്ളവരൊക്കെ. കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് ഈ പർപ്പിൾ പയർ പറിക്കുകയാണ്. ഇത് തോരൻ വെക്കാൻ പരുവത്തിന് ഇത് പാകമായിട്ടുണ്ട്. ഇത് പറിക്കുന്നു. ഒരു രണ്ടെണ്ണം വിത്തിന് വിടണം. ഇതിലൊരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴുക്ക് വരട്ടിക്കോ അല്ലെങ്കിൽ ഒരു തോരനോ ഒക്കെ വെക്കാനുണ്ട്. ഇത്ര ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇത് ഒരു തോരന് ധാരാളം മതി. ബാക്കിയുള്ളത് ഇനി ഒരു ദിവസം പറിക്കുന്നതായിരിക്കും. ചെറിയ ഒരു തണ്ട് കോവൽ നട്ടതാണ്, എങ്കിലും അത് വളർന്നു അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ബീറ്റ്റൂട്ടും നട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ പിഴുതെടുക്കാനൊക്കെയുള്ള പാകമായി നിൽക്കുകയാണ്. ഹാർവെസ്റ്റ് റെഡിയായി എന്നുള്ളത് അത് തന്നെ അറിയിക്കുകയാണ് നമ്മൾ. ഗാർലിക്കും ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിഴുതെടുത്തപ്പോൾ അത് കുറേയൊക്കെ അങ്ങ് അടന്നുപോയി. ചെറിയ മൂടൊക്കെ അങ്ങനെ തന്നെ നിന്നു. ഗാർലിക്കിൻ്റെ കുറച്ച് ഫ്ലവറും കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത വർഷത്തേക്ക് നമുക്ക് പ്ലാന്റ് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് കരുതുന്നത്. കൂടി ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അതിനി അവിടെ കിടക്കട്ട്, ലേറ്റായിപ്പോയി. ഇനി കിടന്നാലും കുഴപ്പമില്ല. അടുത്ത വർഷം അത് ഒന്നുകൂടെ വലുതായിട്ട് അത് കിളിച്ചു വരുന്നതായിട്ടാണ് സാധാരണ കാണുന്നത്. ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഹാർവെസ്റ്റാണ്. ആദ്യമായിട്ട് കുറച്ച് വഴുതനങ്ങ അഥവാ എഗ് പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഈ ചെറിയ വഴുതനയിൽ നിന്ന് 2 എണ്ണമാണ് പറിച്ചിരിക്കുന്നത്. പച്ചമുളക് കുറച്ചുണ്ട്, പറിക്കാൻ പാകമായി നിൽക്കുന്നു. അതും പറിക്കുന്നു. ഇത്രയും പച്ചമുളക് ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഒന്നുകൂടെ വിളയും. കുറച്ച് വെണ്ടയ്ക്കായും കിട്ടിയിട്ടുണ്ട്. ഇത് റെഡ് വെണ്ടയും ഗ്രീൻ വെണ്ടയും കൂടെ ഉള്ളതാണ്, ചെറുതും വലുതുമായിട്ടുള്ളത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പാവലിൻ്റെ വള്ളി അതിനിഷ്ടമുള്ളിടത്തൊക്കെ ഓടി നടന്ന് കായ്ക്കുകയാണ്. ബട്ടർനട്ട് സ്ക്വാഷിന് നാട്ടിയ സ്റ്റാൻഡേലോട്ട് അത് കയറി പിടിക്കുകയാണ്. ഈ ഒരു ബട്ടർനട്ട് സ്ക്വാഷ് ഇന്ന് അത് പറിക്കാൻ പോവുകയാണ്. അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പാകമായെന്നാണ് തോന്നുന്നത്. ഇന്ന് ഈ ബട്ടർനട്ട് സ്ക്വാഷ് പറിച്ചിട്ടുണ്ട്. ഇതിനെയും കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഹാർവെസ്റ്റാണിത്. നമുക്കൊരു കൊച്ചു ഗാർഡൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസവും ആവശ്യത്തിനുള്ള വെജിറ്റബിള് അതിൽ നിന്ന് പറിക്കാവുന്നതാണ്. നല്ല ഫ്രഷ് വെജിറ്റബിളാണ് കിട്ടുന്നത്. പൂത്തേൻ വണ്ടുകൾക്ക് വളരെ ഇഷ്ടമാണ്.
പൂന്തേനുണ്ണുന്ന വണ്ടുകൾ. സ്വീറ്റ് പൊട്ടറ്റോ നല്ലതുപോലെ തഴച്ചു വളർന്നിട്ടുണ്ട്. അധികം താമസിയാതെ ഇത് ഹാർവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ബീറ്റ്റൂട്ട് പിഴുതെടുക്കാൻ പോവുകയാണ്. അത് പിഴാനുള്ള സമയമായിരിക്കുകയാണ്. അത് മണ്ണിന് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റബിളും നമ്മുടെ ഗാർഡനിലും നമുക്ക് നട്ട് ഫലം പറിക്കാവുന്നതാണ്. ഇതാണ് ഞാനിതിന്ന് ഹാർവെസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ആദ്യത്തേത് പിഴുതത്. ഇതിനെയും കഴിയൊക്കെ എടുക്കണം. ഇതാണ് രണ്ടാമത്തേത്. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ പിഴുതിട്ടുണ്ട്. ഇനി ബാക്കിയൂടെ പിഴാൻ പോവുകയാണ്. ഇത്രയും ബീറ്റ്റൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മണ്ണൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുക്കണം. തിളച്ചെടുത്ത ബീറ്റ്റൂട്ടാണിത്. ഇത് കഴുകി വെച്ചു. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആകണം. വെള്ളമൊക്കെ ഡ്രൈ ആക്കി ഇലയൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്സ് ഇത്രയുണ്ട്. നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കുറച്ച് ക്യാരറ്റ്സും ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അത് പാകമാകുന്നതേ ഉള്ളൂ. 2-3 ദിവസം കൂടി കഴിഞ്ഞ് അത് പിഴാമെന്ന് വിചാരിക്കും. 3-4 മൂട് ക്യാരറ്റ്സ് ഉണ്ടായിരുന്നു. അതും പിഴുതെടുത്തു. ഇനിയിപ്പം നിർത്തിയിരിക്കുന്നതുകൊണ്ടും വലിയ കാര്യമില്ല. സെപ്റ്റംബർ 2nd വീക്കൊക്കെ കഴിയുന്നല്ലോ. ഇനിയും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ജൂൺ മാസങ്ങളിൽ നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ നമ്മൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും സാധിക്കും. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ചായാലും കൂടുതലായാലും കുറച്ച് വെജിറ്റബിളൊക്കെ നമ്മൾ പറിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ നല്ല ഫ്രഷ് വെജിറ്റബിളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോ പല ദിവസത്തെ വീഡിയോ ആണ്, ഒരു ദിവസത്തേതല്ല. ഹാർവെസ്റ്റ് തുടങ്ങിയപ്പം തൊട്ടുള്ള വീഡിയോ എടുത്തതാണ്. ഗാർഡനൊക്കെ പല ഏരിയയിലായിട്ടാണ് നട്ടിരിക്കുന്നത്. എങ്കിലും നല്ലതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വർഷത്തെ ഗാർഡനിലെ പല പച്ചക്കറി ചെടികളും ഹാർവെസ്റ്റും ഒക്കെ ഞാൻ ഇതിനു മുൻപായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഐറ്റം മാത്രം കാണിക്കാൻ സാധിച്ചില്ല. ഇതൊരു വാഴയാണ്. ഇത് നട്ടിട്ടിപ്പോൾ 3 മാസവും ഒരാഴ്ചയും കൂടെ ആയിട്ടുണ്ട്. നല്ല വളർച്ചയുണ്ട്. ഇതുപോലെയുള്ള വാഴകൾ പലരുടെയും വീടുകളിൽ ഉണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 3rd വീക്കൊക്കെ ആയിട്ടും വെതർ വലിയ കുഴപ്പമില്ല. ചൂടൊക്കെ ഉണ്ട്. ചെടികൾക്കൊക്കെ വളരാനുള്ള ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും വെളിയിൽ നിൽക്കുന്നു. ഇതിനെ അധികം താമസിയാതെ വീടിനുള്ളിൽ വയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെയും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നല്ല ഒരു വാഴക്കുല ഇതിൽ നിന്ന് വെട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള ചെടികളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റേതൂടെ എടുത്തില്ല എങ്കിൽ അതൊരു അവഗണനയായി പോകുമോ എന്ന് ഞാൻ കരുതി. തണുപ്പ് തുടങ്ങുമ്പോഴേക്കും മുരിങ്ങ എടുത്ത് വീടിനുള്ളിൽ വയ്ക്കുന്നതായിരിക്കും. സെപ്റ്റംബറിലെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന മുരിങ്ങയും മുരിങ്ങക്കായും ഇത് ചെടിച്ചട്ടിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പും നല്ലതുപോലെ തഴച്ചു വളരുന്നുണ്ട്. നിറയെ പൂക്കളുമായി ഹൈഡ്രേഞ്ചിയ. ബന്ദിച്ചെടി, വാടാമുല്ല, സീനിയ,
ബോൾസം. ലേറ്റായിട്ട് പൂവിടുന്ന ഒരു ഹൈഡ്രേഞ്ചിയാണിത്. നല്ല ശക്തമായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട്. സെപ്റ്റംബർ 30 ഒക്കെ ആയിട്ടും ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്.